ഹായ് ഫ്രണ്ട്സ്, ഇതെന്താ കുട്ടികളെയും കൂട്ടി ബസ്സിൽ എന്നല്ലേ? ഞങ്ങൾ കണ്ണൂരിലേക്ക് പോവാണ് കേട്ടോ. ഹിസ്റ്റോറിക്കൽ പ്ലേസ് കാണാൻ വേണ്ടിയിട്ട് കുട്ടികളെ കണ്ണൂരിലേക്ക് കൊണ്ടുപോവാണ്. 20 കുട്ടികളും 2 ടീച്ചേഴ്സുമാണ് ഉണ്ടായിരുന്നത്. ഞാനും ഗാഥാമിസുമാണ് പോയിട്ടുണ്ടായിരുന്നത്. കണ്ണൂരിലേക്ക് അധികം ദൂരമില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ 6 മണിക്കാണ് മലപ്പുറത്തുനിന്ന് പുറപ്പെട്ടത്. ബസ്സിൽ ഓരോ കഥകളും തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോയി. ഇടയ്ക്ക് വെച്ച് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ നേരത്തെ എണീച്ചുകൊണ്ട് പലരും കിടന്ന് ഉറങ്ങുമായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചപ്പോഴാണ് എല്ലാവരും ഒന്ന് ഓണായത്. ഞങ്ങൾ റോഡ് സൈഡിൽ നിർത്തിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പൊറാട്ടയും ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു. നന്നായിട്ട് വിശന്നുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ സെന്റ് ആഞ്ചലോസ് ഫോർട്ടിലേക്കാണ് പോയത്. അവിടെ നല്ല വെയിലായിരുന്നു കേട്ടോ. വെയില് കണ്ടപ്പോ തന്നെ കുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ മടിയായി ബസ്സിന്ന്. അങ്ങനെ പിന്നെ ഞാൻ പോയി എല്ലാരെയും വിളിച്ചിറക്കി ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ടിക്കറ്റും മറ്റൊക്കെ പിന്നെ പാക്കേജിന്റെ ആൾക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളിലേക്ക് കയറിയപ്പോ തന്നെ കുറെ സ്കൂൾ കുട്ടികൾ വരുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോ തന്നെ ഞങ്ങളെ കുട്ടികൾ പറഞ്ഞു, ഈ ചെറിയ കുട്ടികളെ കൊണ്ടുപോകുന്ന സ്ഥലത്തേക്കാണോ മിസ്സേ ഞങ്ങളെ കൊടുക്കുന്നുണ്ടെന്ന്. പക്ഷെ ഹിസ്റ്റോറിക്കൽ പ്ലേസിന് ചെറുത് വലുതൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും ഒരുപോലെ അല്ലേ. കോട്ടയന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നപ്പോഴാണ് മുന്നിൽ നടക്കുന്ന ദിൻഷാന്റെ ടീഷർട്ടിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിന് കുറെ ഹോൾസ് ഉണ്ടായിരുന്നു. അതിന്റെ മോഡൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ അവനെ എലികാരണ്ടൊന്നും പറഞ്ഞ് കളിയാക്കിട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി കോട്ടയുടെ ഉള്ളിലെ വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു. കോട്ടയെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്മാരകമാണ് ഈ സെന്റ് ആഞ്ചലോസ് ഫോർട്ട്. അറബിക്കടലിന്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചെങ്കല്ലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നല്ല വെയിലാണെങ്കിലും ഈ കോട്ടയുടെ ശേഷിപ്പുകളൊക്കെ കാണുമ്പോൾ പഴയകാല ചരിത്രമൊക്കെ നമുക്ക് ഓർമ്മ വരും. കോട്ടയിൽ നിന്ന് നോക്കുമ്പോഴുള്ള അറബിക്കടലിന്റെ വ്യൂ അടിപൊളിയാണ് കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ നമുക്ക് വെയിലൊന്നും തോന്നില്ല, നല്ല തണുപ്പ് തോന്നും, നല്ല കാറ്റും. കുട്ടികൾ അവിടെ കുറെ നേരം നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് ജയിലറകൾ ഉണ്ടായിരുന്നു, കുതിരാലയങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി. കോട്ട കണ്ടതിന് ശേഷം പിന്നെ നേരെ പോയത് അറക്കൽ മ്യൂസിയം കാണാനാണ്. കണ്ണൂരിലെ പ്രധാനപ്പെട്ട രാജവംശമായിരുന്നു അറക്കൽ രാജവംശം. അവരുടെ ശേഷിപ്പുകളും അവരുടെ വംശാവലികളും അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെയാണ് ആ മ്യൂസിയത്തിൽ ഉണ്ടായിരുന്നത്. കുട്ടികൾ അതൊക്കെ കൗതുകത്തോടു കൂടി നോക്കി കാണുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് മുഴപ്പിലങ്ങാടി ബീച്ചിലേക്കായിരുന്നു. ഡ്രൈവിംഗ് സൗകര്യമുള്ള ബീച്ച് ആയതുകൊണ്ട് തന്നെ ബസ് അതിലൂടെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ബസ്സിലൂടെയുള്ള കാഴ്ച നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ തന്നെയാണ് ഞങ്ങൾ ഫുഡും കഴിച്ചത്. ബിരിയാണി ആയിരുന്നു ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ചുനേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് നേരെ കോഴിക്കോട്ടേക്ക് പോന്നു. അവിടെ ഞങ്ങൾക്ക് കാപ്പാട് കടപ്പുറം കാണാനുണ്ടായിരുന്നു. വാസ്കോഡഗാമ കാലുകുത്തിയ കാപ്പാടും കണ്ട് അവിടെ നിന്ന് കുട്ടികൾക്ക് വേണ്ട ജിയോ ടാഗ് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ തിരിച്ചു പോരാൻ നോക്കി. ഒരു 7:30 ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ കുട്ടികൾ നല്ല അടിപൊളിയായിട്ട് ഡാൻസും പാട്ടും അങ്ങനെ ചില്ലായിരുന്നു. ഞങ്ങളുടെ ടൂറിന്റെ പാക്കേജ് അടിപൊളിയായിരുന്നു കേട്ടോ. വേങ്ങരയുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പാക്കേജാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയ ട്രിപ്പാണെങ്കിലും അവർ നല്ല രീതിയിൽ അത് കോർഡിനേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.